നമസ്കാരം. ഒരു രോഗിക്ക് അപസ്മാരം ഡയഗ്നോസ് ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമതായി, അപസ്മാരം ഡയഗ്നോസ് ചെയ്താൽ ഡോക്ടർ നിങ്ങൾക്ക് നിർദ്ദേശിക്കുന്ന ഗുളികകൾ കൃത്യമായി കഴിക്കുക. മരുന്ന് മുടക്കുന്നതാണ് അപസ്മാരം വീണ്ടും വരാനുള്ള ഏറ്റവും പ്രധാനമായ കാരണം. മരുന്ന് നിർദ്ദേശിച്ച അളവിൽ കറക്റ്റ് സമയത്ത് തന്നെ കഴിക്കുക. ഗുളിക 2 നേരം കഴിക്കാനാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ 12 മണിക്കൂർ ഇടവിട്ട് 2 നേരം കൃത്യമായി ഗുളിക കഴിക്കുക. അതുപോലെ ഗുളിക 3 നേരം കഴിക്കാനാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ 8 മണിക്കൂർ ഇടവിട്ട് കൃത്യസമയത്ത് തന്നെ ഗുളിക കഴിക്കുക. അപസ്മാരം വരാതിരിക്കാനായി വീണ്ടും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ, ഒന്ന്, കൃത്യമായി ഉറങ്ങണം. 7 മുതൽ 8 മണിക്കൂർ കൃത്യമായി ഉറങ്ങണം. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ടാബ്ലറ്റ് തുടങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതും സ്ക്രീൻ ടൈമും പരമാവധി കുറയ്ക്കുക. മദ്യപാനം, പുകവലി, ലഹരി ഉപയോഗം ഇവ പൂർണ്ണമായി ഒഴിവാക്കുക. അപസ്മാരത്തിനുള്ള ചില മരുന്നുകളെങ്കിലും സൈഡ് എഫക്റ്റുകൾ ഉള്ള മരുന്നുകളാണ്. അപ്പോൾ അപസ്മാരത്തിനുള്ള മരുന്ന് ആരംഭിച്ചതിന് ശേഷം നിങ്ങൾക്ക് പുതിയതായി എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ കാണുക. പിന്നെ അപസ്മാരമുള്ള രോഗികൾ ഡ്രൈവ് ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കേണ്ടതാണ്. നിങ്ങൾക്ക് അപസ്മാരം വരാതെ 1 വർഷം തികഞ്ഞതിന് ശേഷം നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ സമ്മതത്തോടു കൂടി മാത്രമേ ഡ്രൈവിംഗ് ആരംഭിക്കാവൂ. അങ്ങനെയുള്ളവർ പോലും രാത്രി കാലങ്ങളിൽ ഡ്രൈവ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യണം. അതുപോലെ അപസ്മാരമുള്ള സ്ത്രീകൾ ഗർഭിണിയാകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഗർഭിണിയാകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അപസ്മാരത്തിന് ചികിത്സിക്കുന്ന ഡോക്ടറെ കാണേണ്ടതാണ്. ചില അവസരങ്ങളിൽ ഈ അപസ്മാരത്തിന് കഴിക്കുന്ന ഗുളിക ഗർഭിണിയാകുന്നതിന് മുമ്പ് മാറ്റേണ്ടതായിട്ട് വരും. ഇത്രയും കാര്യങ്ങളാണ് അപസ്മാരം ഡയഗ്നോസ് ചെയ്താൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമസ്കാരം.